ലോക സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കൻ ഡോളറിന്റെ കുത്തക അവസാനിപ്പിക്കാൻ ഡി ഡോളറൈസേഷൻ എന്ന ആശയം ഉരുത്തിരിഞ്ഞു വരികയാണ് ഇപ്പോൾ. സംശയിക്കേണ്ട, നയതന്ത്ര കാര്യത്തിൽ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഇന്ത്യയുടെ നീക്കമാണ് ഇതിന് പിന്നിലും. ആഗോള വിപണിയിൽ അമേരിക്കൻ ഡോളറിന് പകരമായി ഇന്ത്യൻ രൂപയിലും മലേഷ്യൻ റിംഗിറ്റിലും വ്യാപാരം നടത്താനുള്ള ധാരണ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമത്തിലെ നിർണായകമായ ഒരു ഡി ഡോളറൈസേഷൻ നീക്കം തന്നെയാണ്. അമേരിക്കൻ ഉപരോധങ്ങളും പലിശ നിരക്ക് വ്യതിയാനങ്ങളും വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാലത്ത് സ്വന്തം കറൻസികളിലേക്ക് മാറുന്നത് വഴി സാമ്പത്തിക പരമാധികാരം ഉറപ്പാക്കാൻ ഇന്ത്യയും മലേഷ്യയും ഒന്നിച്ചു കൈക്കൊണ്ട തന്ത്രം തന്നെയാണിത്. ഇത് വെറും ഒരു സാമ്പത്തിക മാറ്റമല്ല, മറിച്ച് അമേരിക്കൻ കേന്ദ്രീകൃതമായ ഒരു ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്കുള്ള ശക്തമായ ഏഷ്യൻ മറുപടി കൂടിയാണ്. ഭാരതവുമായുള്ള വ്യാപാരം, പ്രാദേശിക കറൻസികൾ നടത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതിന്റെ ഭാഗമാണ്. ബ്രിക്സ് കൂട്ടായ്മയിൽ ചേരാനുള്ള മലേഷ്യൻ താൽപര്യം അമേരിക്കൻ കേന്ദ്രീകൃതമായ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ഏഷ്യൻ കേന്ദ്രീകൃതമായ ഒരു സ്വതന്ത്ര വിപണിയിലേക്കുള്ള മാറ്റത്തിന്റെ വിളംബരമാണ്. ഇതിനു പുറമെ ഭാവി ലോകത്തിന്റെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെമി കണ്ടക്ടർ വ്യവസായത്തിൽ മലേഷ്യ ലോകത്തെ തന്നെ കരുത്തുറ്റ കേന്ദ്രമാണ്. ഗ്ലോബൽ ചിപ്പ് ടെസ്റ്റിംഗിലും പാക്കേജിംഗിലും മലേഷ്യക്കുള്ള 13% ആഗോള വിഹിതം ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷന് വലിയ കരുത്താകും. സെമി കണ്ടക്ടർ ഡിസൈനിലുള്ള ഇന്ത്യയുടെ വൈദഗ്ധ്യവും നിർമ്മാണത്തിലുള്ള മലേഷ്യയുടെ അനുഭവ പരിചയവും ഒത്തുചേരുമ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ചൈനീസ് ചിപ്പുകളെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം പ്രതിരോധ വാർത്താവിനിമയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കും. ഇത് ഡിജിറ്റൽ പരമാധികാരത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ 11 സുപ്രധാന ധാരണാപത്രങ്ങളിലാണ് നേതാക്കൾ ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം മലേഷ്യയിൽ വ്യാപിപ്പിക്കുന്നതിലൂടെ വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും പണം കൈമാറ്റം കൂടുതൽ ലളിതമാകും. അമേരിക്കൻ പേയ്മെന്റ് ഗേറ്റ്വേകളുടെ ആധിപത്യം കുറയ്ക്കാനും സ്വന്തം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കാനുമുള്ള ഏഷ്യൻ ഐക്യദാർഢ്യത്തിന്റെ സാക്ഷ്യപത്രമാണ് ഈ കരാറുകൾ. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ യഥാർത്ഥ നട്ടെല്ല് അവിടെ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ വംശജരാണ്. ലോകത്ത് ഇന്ത്യൻ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യമായ മലേഷ്യയിൽ ഏകദേശം 29 ലക്ഷം ഇന്ത്യക്കാർ വസിക്കുന്നു. ഇത് മലേഷ്യൻ ജനസംഖ്യയുടെ 6.6% വരും. വെറും ഒരു പ്രവാസി സമൂഹം എന്നതിലുപരി മലേഷ്യയുടെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി ഇവർ മാറിയിരിക്കുന്നു. മലേഷ്യയിലെ ഈ സജീവ സാന്നിധ്യത്തെ ഇരു രാജ്യങ്ങളെയും പരസ്പരം കോർത്തിണക്കുന്ന ജീവനുള്ള പാലം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ഇതിൽ ഏകദേശം 2.28 ലക്ഷത്തിലധികം വരുന്ന മലയാളി സമൂഹം കേരളത്തിന്റെ സാംസ്കാരിക തനിമ അവിടെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപേ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി മലേഷ്യയിലെത്തിയ മലയാളികൾ ഇന്ന് അവിടുത്തെ ഭരണതലത്തിലും വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലും മുൻപന്തിയിലുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള ചർച്ചയിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സുരക്ഷയും തൊഴിൽക്ഷേമവും പ്രധാന വിഷയമായിരുന്നു. മലേഷ്യയിലെ ഇന്ത്യൻ തനിമ നിലനിർത്തുന്നതിനായി സാംസ്കാരിക വിനിമയ പദ്ധതികൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ആയുർവേദം, യോഗ തുടങ്ങിയ പാരമ്പര്യ വിജ്ഞാനങ്ങളുടെ കൈമാറ്റം എന്നിവയിൽ പുതിയ ധാരണകൾ ഉണ്ടാക്കി. ചരിത്രപരമായ ഈ ബന്ധം വരും തലമുറകളിലേക്ക് കൈമാറുന്നതിനായി ഒരു ഇന്ത്യ മലേഷ്യ ഹെറിറ്റേജ് ടൂർ എന്ന ആശയവും ചർച്ചകളിൽ ഇടം പിടിച്ചു. തമിഴ് മലയാളി വംശജരുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനൊപ്പം അവർക്ക് മാതൃരാജ്യവുമായുള്ള ബന്ധം കൂടുതൽ സുഗമമാക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങളും വിസ ലഘൂകരണ നടപടികളും ഈ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനം കേവലം ഒരു നയതന്ത്ര സന്ദർശനമായിരുന്നില്ല, മറിച്ച് 21ാം നൂറ്റാണ്ട് ഏഷ്യയുടേതാണെന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പുകൾക്കും സാമ്പത്തിക ആധിപത്യത്തിനും മുന്നിൽ പതറാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയും മലേഷ്യയും കൈകോർക്കുന്നത് ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ്. ഭീകരവാദത്തിനെതിരെയുള്ള കർക്കശമായ നിലപാടും ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ മലേഷ്യ ഉയർത്തുന്ന ധീരമായ സ്വരവും ഡോളറിനെ ആശ്രയിക്കാതെ വ്യാപാര രീതികളും ഒത്തുചേരുമ്പോൾ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഒരു പുതിയ സുരക്ഷാ സാമ്പത്തിക വലയം രൂപപ്പെടുകയാണ് ഇവിടെ.